വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ ലീവ്സ്. ഇന്ന് നമുക്ക് എഗ്ഗ് ഉപയോഗിച്ചൊരു സ്പെഷ്യൽ കുറുമ ഉണ്ടാക്കാം. ഇതിൽ ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഗരം മസാലയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് പത്തിരിയോ നൂൽപുട്ടോ എന്ത് തന്നെയായാലും എൻ്റെ കുഞ്ഞുങ്ങളും ചോദിക്കുക അമ്മമ്മയുടെ സ്പെഷ്യൽ കോഴിമുട്ടക്കറിയാണ്. എന്നാൽ പിന്നെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഈ കുറുമയെ സൂപ്പറാക്കുന്നത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ്. നമ്മളിതിൽ തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ഞാനിവിടെ 2 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്നും ഇട്ടിട്ടില്ല. ഭംഗിക്ക് വേണമെങ്കിൽ കടുകൊക്കെ ഉപയോഗിക്കാം. ഞങ്ങൾ സാധാരണ കടുകില്ലാതെയാണ് എടുക്കാറ്. പിന്നെ വേണ്ടത് കറിവേപ്പില മസ്റ്റാണ്. ചെറുതായിട്ട് മുറിച്ച് വെച്ച ഇഞ്ചി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നാടൻ പച്ചമുളകാണ്, നല്ല എരിവാണ്. നമ്മുടെ കറി അത്ര സ്പൈസി അല്ല, അതുകൊണ്ട് ഈ പച്ചമുളക് ധാരാളം മതി. 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക വെളുത്തുള്ളിക്കാണ്. ഇതിൽ ഞാൻ അല്പം പോലും വെളുത്തുള്ളി എടുത്തിട്ടില്ല, ചെറിയ ഉള്ളിയും ഉപയോഗിച്ചിട്ടില്ല. സവാള ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആക്കിയിട്ടെ, എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഞാനിപ്പോൾ ഈ സവാളയിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ തക്കാളിയാണ്. സാധാരണ നമ്മൾ കോഴിമുട്ടക്കറി നല്ല സ്പൈസി ആയിട്ടാണ് വെക്കുന്നത്. ഈ എഗ് കുറുമയ്ക്ക് അത്യാവശ്യം വേണ്ട എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. തേങ്ങാപ്പാലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. പക്ഷെ ഞാനിവിടെ നമ്മുടെ തേങ്ങ പൊളിച്ച് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ആദ്യം എടുത്തു വെച്ച പാല് നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല. ഈ പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ട വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഭംഗി കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഒരേ ഒരു മസാലപ്പൊടിയും ഇത് തന്നെയാണ്. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരണം. തക്കാളിയൊക്കെ ശരിക്കും വെന്ത് കഴിഞ്ഞാൽ തക്കാളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറായിരിക്കും നമ്മുടെ കറിക്ക്. ഇതാ കറിയൊക്കെ കുറുകി വന്നപ്പോൾ കുറച്ച് ഉപ്പുപൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ചല്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി. ഇപ്പോൾ ചേർത്തത് വഴനയിലയാണ്. അത് ഓപ്ഷണലാണ്, കാരണം ഇവിടെ വീട്ടിൽ അതിൻ്റെ മരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധിക കറിക്കും അത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങളത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല. ഇനി നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 കോഴിമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കോഴിമുട്ട നന്നായിട്ട് വെന്തതാണ്. ഇനി ഈ കറി കിടന്ന് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ കറിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് കോഴിമുട്ടയിൽ പിടിക്കണം, അത്രമാത്രം മതി. കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ തേങ്ങാപ്പാലൊക്കെ കൂടിപ്പോയി അഥവാ വെള്ളം കൂടിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ഒന്ന് കലക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം ഈ കറി ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് അതിൻ്റെ രുചി. കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ അവസാനം ഒഴിക്കുകയുള്ളൂ. എല്ലാ ചേരുവകളും കഴിഞ്ഞ ശേഷം അവസാനം മാത്രം. ഇതാ ഞാൻ ഇതിലേക്ക് 1ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടിയുണ്ട്. ഇനി ഈ കറി അധിക നേരം തിളപ്പിക്കരുത്. അധിക നേരം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മളിത് അവസാനം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാ കാണുന്നുണ്ടല്ലോ, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കറി ഓഫ് ചെയ്ത് വെക്കാം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് നേരം കൂടെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ കറി ഒന്ന് കുറുകി വരും കേട്ടോ. ഒന്നുകൂടെ ഒന്ന് തണുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇപ്പോൾ നോക്കൂ, ഞാനിത് പുറത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയില്ലേ?
നല്ല നിറമാണ്. എല്ലാവർക്കും കണ്ടാൽ കഴിക്കാൻ തോന്നും അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പത്തിരിയുടെയും നൂൽപുട്ടിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. യാതൊരു മസാലപ്പൊടിയും ചേർക്കാതെ അടിപൊളി കറി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുമാത്രമല്ല, അതിന് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് കാണാം.